ഹലോ, അച്ഛനാണോ? ഞാൻ രാജനാണ്. എന്താ മോനെ? അച്ഛൻ, ഞാൻ ബാംഗ്ലൂർ വരെ ഒന്ന് പോവാണ്. ഓഹോ, വിഷ് യു ഹാപ്പി ജേണി. താങ്ക് യു. അച്ഛൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ടൊന്ന് വരണം. ആ, ശരി. ശരി. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരാൻ കുറച്ച് ദിവസം പിടിക്കും. നീ അവളെ ശ്രദ്ധിച്ചോളേ. അവൾക്കിനി കോർട്ടിൽ പോകാൻ സാധിക്കുമെന്ന് എനിക്ക് സംശയമായിരുന്നു. ഏതായാലും ഒരു ചേഞ്ച് ഉണ്ടല്ലേ. കോർട്ടിൽ പോകാൻ തുടങ്ങിയല്ലോ, അത് മതി. ഇനി ഞാൻ ശരിയായിക്കോളാം. ചേട്ടന് പോകാൻ സമയമായി. ഞാൻ ഡോക്ടർ രവി, ഉണ്ണിയുടെ ഫ്രണ്ടാ. ഓ, ഡോക്ടർ രവീന്ദ്രൻ. ഉണ്ണി പറയാറുണ്ട്. ഇരിക്കൂ. ചായ എടുക്കാൻ പറയട്ടെ? വേണ്ട അച്ഛാ, ഞാനിപ്പോ കഴിച്ചതാ. എന്താ വിശേഷിച്ച്? കുറച്ചു ദിവസമായി അച്ഛനൊന്ന് കാണുമെന്ന് വരുന്നു. രവിക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വരാമല്ലോ. ഇനി നിങ്ങളൊക്കെ തന്നെ ഉള്ളൂ ഇവിടെ വരാൻ. ഞാൻ വല്ലതും ചെയ്യേണ്ടതുണ്ടോ? ഉണ്ട്. അച്ഛന് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. അതെന്താ? പറയാം. വിശ്വസിക്കാൻ അല്പ ബുദ്ധിമുട്ടുണ്ടാവും എന്നെനിക്കറിയാം. എനിക്ക് തന്നെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്താ കാര്യം? പറയാം. ഞാൻ പറയുന്ന മുഴുവൻ വ്യക്തമായി കേട്ടതിന് ശേഷമേ അച്ഛനൊരു തീരുമാനം എടുക്കാവൂ. കാര്യം എന്താ? വീണ്ടും ഞാൻ പറയുകയാണ്, വിശ്വസിക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന്. കാരണം നമ്മുടെ സങ്കല്പങ്ങളെല്ലാം തകിടം മറിക്കുന്ന ഒരു സംഭവമാണിത്. എന്താണ് കാര്യമെന്ന് പറഞ്ഞില്ല. ഉണ്ണി മരിച്ചതെങ്ങനെയാണച്ചാ? കാറിന്റെ ബ്രേക്ക് പൊട്ടി. പോലീസ് റിപ്പോർട്ടിൽ വ്യക്തമായി പരിശോധിച്ച് എഴുതിയിട്ടുണ്ട്. കാറിന്റെ ബ്രേക്ക് പൊട്ടി. പൊട്ടിച്ചതാണെങ്കിലോ? പൊട്ടിച്ചതോ? ആര്? എന്തിന്? അച്ഛാ, നമുക്ക് അകത്ത് പോയി സംസാരിക്കാം. ഇരിക്കൂ. അച്ഛനിരിക്കൂ. താങ്ക് യു. ഉണ്ണി ഓടിച്ച കാറിന്റെ ബ്രേക്ക് ആര് പൊട്ടിച്ചു എന്നാണ് പറയുന്നത്? പ്ലീസ് ടെൽ മീ. കാറിന്റെ ഉടമസ്ഥൻ തന്നെ. വാട്ട്? യെസ്, ഡോക്ടർ രാജൻ.